KP രാമനുണ്ണി നമുക്കൊപ്പം ചേരുന്നു. സർ, നമുക്ക് MTയുടെ വിടവാങ്ങലിനെ എങ്ങനെ വിശേഷിപ്പിക്കുമെന്ന ചോദ്യം അങ്ങേക്കും ഒരുപക്ഷെ എനിക്കുമുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ? തിരോധാനം വലിയൊരു ശൂന്യതയാണ് നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരളത്തിന്റെ മലയാളത്തിന്റെ സുഹൃതം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മഹാത്മജി പിരിഞ്ഞ സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വെളിച്ചം പോയി എങ്ങും ഇരുളാണ്. ഇതാണ് അക്ഷരാർത്ഥത്തിൽ മലയാളി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മലയാളത്തിന്, കേരളത്തെ വിജയത്തിന്റെ വഴിയിലേക്ക് എപ്പോഴും തൊടുന്ന മണ്ഡലങ്ങളിലെല്ലാം വിജയിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. എഴുത്തുകാരന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ച കേരളത്തിന്റെ കാലത്തിന്റെ സ്പന്ദനം, സമൂഹത്തിന്റെ സ്പന്ദനം, മനുഷ്യ മനസ്സുകളുടെ തുടിപ്പുകൾ എല്ലാം ഹൃദയത്തിൽ പതിക്കുന്ന പോലെ അക്ഷരത്തിലേക്ക് ആവാഹിച്ചെടുത്ത ആ ചൈതന്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലാ എഴുത്തുകാർക്കും തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട, ആദരിക്കപ്പെടുന്ന കാരണവർ മറഞ്ഞ ഒരു അനുഭവം എഴുത്തുകാർക്കല്ല, ഓരോ വ്യക്തിക്കുമുള്ളത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ 21 വർഷം തുഞ്ചൻ സ്മാരകത്തിൽ പ്രവർത്തിയെടുത്തത് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതായിരുന്നു. കൂടുതൽ എനിക്ക് പറയാനുള്ളൊരു മാനസികാവസ്ഥയല്ല. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്, ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നഷ്ടം എന്ന വാക്കിൽ ഒതുങ്ങുന്നതല്ല MTയുടെ തിരോധാനം. ഒരു വലിയ സുഹൃതമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ശൂന്യതയാണ്, ഇരുട്ടാണ് കാണുന്നത്. MTയുടെ അനുഗ്രഹം എന്നാലും മലയാളിക്കും കേരളത്തിനും ഈ രാജ്യത്തിനും എപ്പോഴും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും MT വാസുദേവൻ നായരുടെ വിയോഗം അദ്ദേഹത്തിൻ്റെ സമകാലികർക്കും അദ്ദേഹത്തോടൊപ്പം